ഇത് ഭയങ്കര വഷളായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഇത് കുമ്പളങ്ങി നൈറ്റ്സിൽ ഷമ്മി പറയുന്നുണ്ടല്ലോ, മോശം മോശം മോശം, വളരെ മോശം, വളരെ മോശം. നാട്ടുകാരെ കൂടെ അന്വേഷിച്ചു, അപ്പോഴൊക്കെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി വളരെ മോശമാണ് കേൾക്കുന്നതെന്ന് പറയുന്നത് പോലെ ആയി ഇപ്പോൾ അമ്മയിലെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. കാരണം ഇനി ഇവിടെ എന്താണ് ഇല്ലാത്തത് എന്നുള്ള, ഒരു സിനിമയ്ക്കുള്ള കഥ മുഴുവൻ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു സീരിയലിനുള്ള കഥ മുഴുവൻ ഇവിടെയുണ്ട്. അത് എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ ഭംഗിയായി തകർത്താടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു നീതി നിഷേധവും പിന്നെ അതിലൊരു ന്യായമൊക്കെ ഉള്ളത് എന്തായാലും അൻസിബയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. കാരണം അവരതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്റ്റാൻഡിൽ എല്ലാ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ നായിക അവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും മറ്റ് ചിലരൊക്കെ അപ്പോഴത്തെ ലാഭത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയും അതിനുവേണ്ടി പരസ്പരം ചെളിവാരി എറിയുക, അതിനനുസൃതമായി ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത്, ഇതിൽ ഉള്ള കാര്യങ്ങൾ സാമ്പത്തിക പ്രശ്നമുണ്ട്, സാമ്പത്തിക തിരിമറിയുണ്ട്, അധികാര തർക്കമുണ്ട്, പിന്നെ വ്യക്തി അധിക്ഷേപം. അത് പുട്ടിന് പീര പോലെ ഉണ്ട് എന്നുള്ളത് പറയുന്നത് പോലെയാണ്. അതും ചെറുമാതിരിയൊന്നുമല്ല. ജിഹാദി, മതപരിവർത്തനം നടക്കുന്നു, ഡബിൾ ഡാഡി സിൻഡ്രോം. എന്നിട്ട് ഇതും പറഞ്ഞതുകൊണ്ട് ആ അൻസിബ പോലീസിൽ പരാതിപ്പെടാൻ പോയപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ പറയുകയാണ് അത് തമാശയ്ക്ക് വിളിച്ചതാണ്. നോക്കൂ, അതൊരു ഭയങ്കര തമാശയല്ലേ സിനിമയിൽ. അപ്പോൾ അൻസിബ നമ്മുടെ നായിക കോടതിയിലേക്ക് പോകുന്നു, കോടതിക്ക് അത് മനസ്സിലാവുന്നു. അത് ചെറുമാതിരിയായിട്ട് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിക്കുകയോ അങ്ങനെ ലേബൽ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല ജിഹാദിയും മതപരിവർത്തനം നടത്തുന്ന ഒരു കാര്യം എന്നുള്ളത്. അതിൻ്റെ ഗ്രാവിറ്റി അത്രയധികം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കേട്ടുകേൾവി മാത്രമൊന്നുമല്ല ഇക്കാര്യം. അതായത് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഈ വാക്കുകളൊക്കെ ടിനി ടോം ഇവരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് കേട്ടുകേൾവിയുടെ കാര്യം മാത്രത്തിൽ ഇത് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൽ കാര്യമുണ്ടെന്ന് കോടതിക്കാണ് ഇത് മനസ്സിലാവുന്നത്. വീണ്ടും ഇപ്പോൾ കോടതി തന്നെയാണ് ഇടപെട്ടിട്ട് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്ക് ഒരു താത്കാലിക വിലക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നിലവിൽ ഇതിൽ കോടതി നിരന്തരം ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അല്ലാതുള്ള ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം റീച്ച് ചെയ്യാൻ പറ്റുന്ന പോലീസ് സംവിധാനങ്ങൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഒരു MLA തന്നെ ഉണ്ട്, രമേശ് പിഷാരടി. അദ്ദേഹം താരസംഘടനയുടെ ഭാഗവുമാണ്. അദ്ദേഹം നേരാവണ്ണം ശ്വേതയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കിനി ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തങ്ങൾക്കുണ്ടായ വീഴ്ചകൾ തിരുത്തി പോകാൻ കഴിയുകയില്ല, അങ്ങനെയല്ല നിലവിലത്തെ കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുകയോ അല്ലെങ്കിൽ അതിന് മുതിരുകയോ ചെയ്യുന്നില്ല നിലവിൽ ശ്വേത എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അവർ വീണ്ടും ഇതിൽ നിന്നുകൊണ്ടില്ല, ഇത് ഞാൻ ശരിയാക്കിയിട്ടേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാജിയൊക്കെ വന്നു തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയിലോ ഒരു സംഘടനയിലോ നമ്മൾ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത സകല മോശം ഗുണങ്ങളുള്ള അത് മുഴുവൻ ഈ സംഘടനയിലും അതുമായി ചുറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലും നിലവിൽ കാണുകയും അവരൊക്കെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. വരുന്ന പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ്. ഏത് വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി, എല്ലാം അവിടെയുണ്ട്. പിന്നെ അതുമാത്രമല്ല, സാമൂഹിക ബോധവും അത്യാവശ്യം അന്തസ്സും, മനുഷ്യൻ്റെ ഒരു അന്തസ്സും പിന്നെ ഉയർത്തിപ്പിടിക്കുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത മറ്റുള്ളവരും. അങ്ങനെ അത് പറ്റില്ല എന്ന് പറയുന്ന പോലെ. കാരണം അത്രയും അല്പം അന്തസ്സുള്ളത് കൊണ്ടാണല്ലോ, അല്പം മാത്രമല്ല അത്യാവശ്യം നല്ല പോലെ മനുഷ്യന് എന്തൊക്കെയാണ് അവനവൻ്റെ അവകാശമെന്നും എന്തൊക്കെ ഞാൻ കേൾക്കണമെന്നും തീരുമാനിക്കാനും ഒക്കെയുള്ള ഒരു റൈറ്റുള്ള, അവനവൻ്റെ റൈറ്റിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ള അൻസിബ ഇക്കാര്യത്തിൽ ടിനി ടോമിൻ്റെ അടുത്ത് നിന്ന് ഇത്രയധികം അവഹേളനം കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇതിൽ ഞാൻ പരാതിയുമായി പോകുന്നു എന്ന് പറയുമ്പോഴാണല്ലോ ആദ്യം തന്നെ ഈ പ്രശ്നത്തിന് തുടക്കമാവുന്നത്. എന്തായാലും നാട്ടിലൊരു ക്ലബിൻ്റെ ഒരു നിലവാരം പോലും നിലവിൽ, സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ നിലവാരം പോലും നിലവിൽ ഈ സംഘടനയ്ക്കില്ല എന്നുള്ളതാണ്. ഇത് ഒരു നാട്ടിലുള്ള, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതുശല്യം പോലെയാണ് നിലവിൽ ഇത് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊരു എന്തായാലും ഒരു അറുതി വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വിചാരിച്ചു അൻസിബയുടെ ഒരു ആവശ്യം എന്നുള്ളത് ഒരു സമിതി വേണം. രമേശ് പിഷാരടി, മാലാ പർവതി തുടങ്ങിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി വേണം, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കണം എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറയുന്ന ഒന്ന് വ്യക്തി അധിക്ഷേപത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, രണ്ടാമത് ഈ സാമ്പത്തിക തിരിമറിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സ്പോൺസർഷിപ്പ് വിവാദങ്ങളുണ്ട്. ഈ സ്പോൺസർഷിപ്പ് വിവാദം ഒരു അമ്പലവുമായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് വിവാദത്തിൽ അത് സ്വീകരിക്കേണ്ട എന്ന നിലപാടെടുത്തതിനാണ് ഈ അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ മതതീവ്രവാദിയും ജിഹാദി എന്നുള്ള പരാമർശമൊക്കെ ഇവർ കടുത്ത പരാമർശങ്ങളിലേക്ക് ഈ എതിർവശത്ത് നിൽക്കുന്ന ടിനി ടോം അടക്കമുള്ളവർ നടത്തി എന്നുള്ളതാണല്ലോ പറയുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്, നമുക്കും ചില കൺഫ്യൂഷനിൽ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പരാതികൾ ഉന്നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരൊരു സമിതി ആവശ്യപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ രമേശ് പിഷാരടി അടക്കം അഡ്ഹോക് കമ്മിറ്റി എന്ന നിലയ്ക്ക് ഇതിൽ ഉള്ളിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭാഷണങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ആ സംഭാഷണത്തിൽ പോലും
കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നേരത്തെയും പ്രശ്നക്കാരായവർ തന്നെയാണ്. കാരണം ശ്വേത അന്ന് രാജി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നു ഇത് കലങ്ങി തെളിയുന്നു. രാജി പ്രഖ്യാപിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇവർ വരികയും ഇതിലൊരു അന്വേഷണം നടക്കുകയും കോടതി അടക്കം ഇതിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇതിൽ തെളിയുന്നുണ്ട് ഈ കാര്യങ്ങൾ എന്നാണല്ലോ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ശ്വേത അങ്ങനെയല്ല, ഞാൻ ഇവിടുന്ന് തെളിയിച്ചിട്ടേ ഇറങ്ങി പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും പ്രശ്നത്തിലേക്കാണ് നിലവിൽ ഈ സംഘടന പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.